നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. കൊച്ചി കോർപ്പറേഷന്റെ അതിവിപുലമായ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. വിവാദങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലാണ് പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ 21-ന് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാലങ്ങളുടെ കാത്തിരിപ്പ്. മാറി മാറി വന്ന ഭരണസമിതികൾ പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും പ്രതിഷേധിച്ചും 3 തവണ തറക്കല്ലിട്ട ആസ്ഥാന മന്ദിരം ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നാളടുത്തിരിക്കെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് ഉദ്ഘാടനത്തിന് തയ്യാറായി. ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം 21-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ആദ്യം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലായിരുന്നു തറക്കല്ലിട്ടത്. കോടതി വ്യവഹാരത്തെ തുടർന്ന് അത് മാറ്റിയാണ് മറൈൻ ഡ്രൈവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 2006-ൽ രണ്ടാമത് തറക്കല്ലിടുന്നത്. പിന്നീട് 2015-ലാണ് പദ്ധതി പുനരാരംഭിക്കുന്നത്. 3 കോടി രൂപ അന്ന് നിലവിലുണ്ടായിരുന്ന കോൺട്രാക്ടർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2018-ലെ ആ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അന്നത്തെ ബേസ് വർക്കുകളൊക്കെ ഏതാണ്ട് 2022-23 ആയപ്പോൾ നമുക്ക് തീർന്നു. മറൈൻ ഡ്രൈവ് പദ്ധതി വിഭാവനം ചെയ്ത കുൽദീപ് സിംഗ് ആണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. കൗൺസിൽ ഹാളിൽ 100ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബേസ്മെന്റ് ഫ്ലോറിൽ 200 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങളും കൃത്യമായ സീവേജ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ മാറി മാറി വന്ന പല കൗൺസിലുകളും ശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ക്യാമറമാൻ സഞ്ജു പുറ്റമലിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1, കൊച്ചി.